ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഒരു കൊച്ചു യൂട്യൂബ് ചാനലാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വരുന്ന കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ വലിയ 2 സൈസ് പൊട്ടറ്റോ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തത്, അതുപോലെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലിയില ചെറുതായി അരിഞ്ഞത്, പിന്നെ സ്പൂണോളം അജ്വൈൻ വേണം. ഇത് നമ്മൾ മുറുക്കിലൊക്കെ ചേർക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അയമോദകം എന്ന് പറഞ്ഞാലും കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ കൈൻ്റെ അടിയിലിട്ട് ഒന്ന് ഞെരണ്ടിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 സ്പൂണോളം ഇഞ്ചി പേസ്റ്റും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഡോ പരുവത്തിലായിട്ടുണ്ട്. ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്, കയ്യിലൊട്ടുന്ന സൈസിലാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് റവ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ കുറച്ചുകൂടി വേണം റവ. നമുക്കിപ്പോൾ ഒരു ചപ്പാത്തി മാവിൻ്റെ ഒക്കെ രൂപത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ടോട്ടൽ ഇവിടെ 6 ടേബിൾ സ്പൂണോളം റവ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിനെ അടച്ച് വെച്ച് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. കുറച്ചുകൂടി നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി കൈൻ്റെ അടിയിൽ നമ്മൾ കുറച്ച് ഓയിൽ തടവി ഇതിനെ നമുക്ക് ഓരോരോ ഫിംഗേഴ്സിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള ബോളെടുത്ത് അതിനെ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പക്ഷേ ഈ ഒരു ഫിംഗറിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഓരോരോ റോളും തയ്യാറാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ഫിംഗേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇവിടെ ഓയിൽ വെച്ച് നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഫിംഗേഴ്സ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് 2 സൈഡും ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്, എന്നാൽ നല്ല ക്രിസ്പി ആയിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കളറിലാണ് വേണ്ടത്. നമുക്കിനി കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പൊട്ടറ്റോ ആൻഡ് റവ ഫിംഗേഴ്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് പുറമേ നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കണം. താങ്ക്